ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ കുരിശിൽ വെളിപ്പെടുത്തപ്പെട്ട സ്നേഹത്തെക്കുറിച്ച് നമുക്ക് സ്വല്പസമയം ചിന്തിക്കാം. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 10-ാം തിരുവചനം നമ്മളോട് ഇപ്രകാരം പറയുന്നു: നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. നമുക്കായി കുരിശിൽ വെളിപ്പെടുത്തപ്പെട്ട സ്നേഹം അത് യഥാർത്ഥ സ്നേഹമായി കണക്കാക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഒന്ന് വിചിന്തനം ചെയ്ത് നോക്കാം. ഒന്നാമതായി, പ്രിയപ്പെട്ടവരെ, ഈശോയുടെ കുരിശിൽ വെളിപ്പെടുത്തപ്പെട്ട സ്നേഹം അത് ചരിത്രപരമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ചരിത്രപരമായി രേഖപ്പെടുത്തിയിരിക്കുന്നാൽ ഈശോയുടെ സ്നേഹം യഥാർത്ഥ സ്നേഹമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. രണ്ടാമതായി പറയുമ്പോൾ, ഈശോ മനുഷ്യരുടെ പാപങ്ങളുടെ ഭീകരതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വന്നു എന്ന് കാൽവരി കുരിശ് വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ ദൈവസ്നേഹം സാക്ഷാൽ സ്നേഹമാണ് എന്ന് ഈശോ തെളിയിക്കുകയും ചെയ്തു. 9 മണി നേരത്ത് ഈശോ എൻ്റെ ദൈവമേ നീ എന്നെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്ന് അർത്ഥം വെളിവാക്കപ്പെടുന്ന എലോയ് എലോയ് ലാ സബക്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിക്കുന്നതായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഒരു കഥ പറയും. ഹിന്ദു പുരാണത്തിലെ ഒരു കഥയാണ് പാലാഴി മഥനം എന്ന കഥ. അത് നാമൊക്കെ കേട്ടിട്ടുള്ളതാണ്. മരണത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ദേവന്മാരും അസുരന്മാരും പാലാഴി കടയാൻ തീരുമാനിക്കുകയാണ്. അതിനായിട്ട് അവർ എന്ത് ചെയ്യണം? ഈ പാലാഴി കടയണമെങ്കിൽ ഒരു മത്ത് വേണം. അതിന് മത്തായിട്ട് ഇവരൊരു വലിയ മലയെയും കയറായിട്ട് ഇവരൊരു മഹാസർപ്പത്തെയും ഉപയോഗിക്കുക. അങ്ങനെ ഇവർ കഷ്ടപ്പെട്ട് പാലാഴി കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ ഒരു പ്രശ്നം ഉദിക്കുക. അവർ കയറായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സർപ്പം തൻ്റെ ഉള്ളിലുള്ള ഉഗ്രവിഷം പുറത്തേക്ക് വമിക്കുവാൻ തുടങ്ങിയ. അപ്പോൾ അവർ ചിന്തിച്ചു, ഇനി എന്ത് ചെയ്യും? അതിന് എന്താണ് ഒരു പരിഹാരം? ഈ വിഷം നിലത്ത് വീണുകഴിഞ്ഞാൽ മനുഷ്യകുലം മുഴുവൻ നശിക്കും. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ദേവന്മാരും അസുരന്മാരും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ശിവൻ തന്നെ ഇത് ഏറ്റെടുക്കുകയാണ്. ശിവൻ തൻ്റെ ആ സർപ്പം പുറത്തേക്ക് വമിക്കാൻ തുടങ്ങിയ വിഷം തൻ്റെ കയ്യിൽ ഏറ്റുവാങ്ങിയിട്ട് അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ഭർത്താവ് മരിക്കും എന്ന് മനസ്സിലാക്കിയ ഭാര്യയായ പാർവതി എന്ത് ചെയ്തു? ശിവന്റെ കഴുത്തിനെ കുത്തിപ്പിടിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വിഷം തങ്ങി നിന്നു. അദ്ദേഹത്തിന് നീലകണ്ഠൻ എന്ന പേരുണ്ടായി എന്നാണ് ചരിത്രരേഖകളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കഥയിൽ പറയാൻ കാരണം ഈ കഥയിൽ ഒരു സത്യമുണ്ട്. അതായത് ലോകത്തെ രക്ഷിക്കുവാൻ, മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ ലോകത്തിലേക്ക്, ഭൂമിയിലേക്ക് വന്ന ഈശോ നമ്മുടെ പാപങ്ങൾ എല്ലാം ഏറ്റെടുത്തു. അതായത് മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ ഈ മനുഷ്യരുടെ പാപങ്ങളെല്ലാം ഏറ്റെടുക്കണം. അത് ദൈവം തീരുമാനിച്ചു തൻ്റെ സ്വപുത്രനെ അതിനായിട്ട് ഭൂമിയിലേക്ക് അയക്കുക. അങ്ങനെ ഈശോ ഭൂമിയിൽ അവതരിച്ച് നമ്മുടെ പാപങ്ങൾ എല്ലാം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കുവാൻ തീരുമാനിക്കുക. അപ്പോൾ പിതാവായ ദൈവം അതിനെതിരെ നിന്നില്ല, പരിശുദ്ധാത്മാവായ ദൈവം അതിന് എതിരെ നിന്നില്ല. അതാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ സ്നേഹം. ഈ ഗെത്സമനിയിലെ ദുഃഖഭാരങ്ങളും വേദനയും കുരിശിലെ നിലവിളിയും അതിൻ്റെയൊക്കെ അർത്ഥം ഇത് തന്നെയാണ്. ഈശോ ഇറങ്ങി മനുഷ്യരെ രക്ഷിച്ചു. ഈശോ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സകല മനുഷ്യരുടെ സകല പാപങ്ങളും ഏറ്റെടുത്ത് മനുഷ്യരെ രക്ഷിച്ചു. ഇതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുക. മൂന്നാമതായി, കുരിശിലെ സ്നേഹത്തിൽ ദൈവം മനുഷ്യനെ വിധേയനാക്കുന്നത് ബലപ്രയോഗത്തിലൂടെയല്ല, നിർബന്ധിച്ചുമല്ല. ഉയർത്തെഴുന്നേറ്റ ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉയർത്തെഴുന്നേറ്റ ഈശോ നമ്മളോട് ഇപ്രകാരം പറയുക. വെളിപാട് പുസ്തകത്തിൽ 3-ാം അധ്യായം 19-ഉം 20-ഉം തിരുവചനങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. പ്രകാരം പറയുന്നു: ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യുന്ന ഈശോ ഇവിടെ അടിവരയിട്ട് പറയുക. ഒരു വിദ്യാർത്ഥിയുടെ ചെവികളിൽ ഒരു വചനപ്രഘോഷകന്റെ വാക്കുകളിൽ കൂടി ഈശോയുടെ വിളി മുഴങ്ങി കേൾക്കുക. എന്നാൽ ആ വിദ്യാർത്ഥി അത് ശ്രവിച്ചില്ല. പരിശുദ്ധ കുർബാനയുടെ മധ്യേ ഒരു അഡ്വക്കേറ്റ് സമർപ്പണത്തിനായിട്ടുള്ള വിളി കേൾക്കുക. ഈശോയിൽ നിന്നും സമർപ്പണത്തിനായിട്ടുള്ള വിളി കേട്ടു. എന്നാൽ അയാൾ അതിന് വഴങ്ങിയില്ല. മൂന്നാമത്, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം തൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞ് വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ഹൃദയത്തിൽ ഈശോ വന്ന് മുട്ടി. അയാൾ തൻ്റെ തീരുമാനം മാറ്റിവെച്ചു.
പാരീസിലെ ഒരു ഹോട്ടലിൽ ഒരു രാത്രിയിൽ, ഒരു മുറിയിൽ അർദ്ധരാത്രിയിൽ ഒരു യാത്രക്കാരൻ മരണവുമായി മല്ലിട്ടപ്പോൾ ഈശോയുടെ വിളി അംഗീകരിക്കുവാൻ അയാൾക്ക് സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഈ വിദ്യാർത്ഥിയും ഈ അഭിഭാഷകനും ഈ രാഷ്ട്രീയ നേതാവും ഈ യാത്രക്കാരനും ഒരാൾ തന്നെയാണ്. അതായത് യഥാർത്ഥ സ്നേഹത്തിൻ്റെ ആഹ്വാനം മറികടന്ന്, ഈ യഥാർത്ഥ സ്നേഹത്തിൻ്റെ ആഹ്വാനം മറികടന്ന് പോകുന്ന വ്യക്തികൾ അത്യാഹിതത്തിലേക്ക് കടന്നു പോവുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് സത്യം. നാലാമത്തെ കാരണം വിജയത്തിൻ്റെ കൊടിയ. കുരിശിൽ വെളിപ്പെടുത്തപ്പെട്ട സ്നേഹം യഥാർത്ഥ സ്നേഹത്തിൻ്റെ വിജയത്തിൻ്റെ കൊടിയാണ്. ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പ് കുരിശിലെ സ്നേഹം വിജയിച്ചതിൻ്റെ കൊടിയാണ്. ഈശോയുടെ കുരിശുമരണത്തിൽ പിതാവായ ദൈവം അംഗീകാരം നൽകിയെന്നും, ഈശോയുടെ കുരിശുമരണത്തിന് പിതാവായ ദൈവം അംഗീകാരം നൽകിയെന്നും, സാത്താനെ എന്നേക്കുമായി പരാജയപ്പെടുത്തിയെന്നും ഈശോയുടെ ഉയിർപ്പ് സൂക്ഷിക്കുകയാണ്. ഈശോയുടെ ഉയിർപ്പ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഇപ്രകാരം നമ്മളോട് പറയുന്നു. 1 കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 14-ാം തിരുവചനം: ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. പ്രിയപ്പെട്ടവരെ, ഇനി കുരിശിൽ ചെന്തപ്പെട്ട ആ സ്നേഹത്തിൻ്റെ, യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഒരു കാരണം, കുരിശിൽ ചെന്തപ്പെട്ട സ്നേഹം യഥാർത്ഥ സ്നേഹമാണെന്ന് വെളിപ്പെടുത്തുന്നതിൻ്റെ കാരണം, 5-ാമത്തെ കാരണം ഇതാണ്: ആ യഥാർത്ഥ സ്നേഹം നമ്മുടെയൊക്കെ പാപഭാരങ്ങൾ നീക്കിക്കളയും. ഈശോയുടെ കുരിശിലെ മരണം മനുഷ്യരുടെ പാപഭാരം നീക്കിക്കളയുവാൻ ശക്തിയുള്ള യഥാർത്ഥ സ്നേഹമാണ്. ഈശോയുടെ കുരിശിലെ സ്നേഹം, കുരിശിലെ മരണം മനുഷ്യരുടെ പാപഭാരം നീക്കിക്കളയുവാൻ ശക്തിയുള്ള യഥാർത്ഥ സ്നേഹമാണ്. ഫ്രാൻസിലെ ചക്രവർത്തിയായിരുന്നു, വീരപരാക്രമിയായിരുന്നു നെപ്പോളിയനെ കുറിച്ചൊരു കഥയുണ്ട്. അതാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറയാൻ പോകുന്ന കഥ. നെപ്പോളിയന്റെ നേതൃത്വത്തിൽ വിദേശ മണ്ണിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നെപ്പോളിയൻ പതിവ് രീതിയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, രാത്രിയിൽ പട്ടാൾക്കാർ വിശ്രമിക്കുമ്പോൾ, നെപ്പോളിയൻ പതിവ് രീതിയിൽ തൻ്റെ വേഷമെല്ലാം മാറി വേഷപ്രച്ഛന്നനായി പട്ടാളക്കാരുടെ ടെന്റുകളിലേക്ക് കയറി ചെല്ലുകയും, അങ്ങനെ ഒരു ദിവസം ടെന്റിലേക്ക് കയറി ചെന്നപ്പോൾ നെപ്പോളിയൻ ഒരു കാഴ്ച കാണുകയാണ്. അതായത് ഒരു കൊച്ചു ടെന്റിൽ ഒരു പട്ടാളക്കാരൻ തൻ്റെ തല മേശയിൽ കുമ്പിട്ടിരുന്ന് ഉറങ്ങിയ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പേനയുണ്ട്. അദ്ദേഹം ഡയറിയിൽ കുറെ കാര്യങ്ങൾ കുറിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്. അതായത് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നു: എൻ്റെ വീട്ടിൽ നിന്നും കിട്ടിയ സന്ദേശം എന്നെ വളരെ വേദനിപ്പിക്കുന്നതാണ്. ഞങ്ങൾ നാട്ടിൽ പലിശയ്ക്ക് കടം വാങ്ങിയ ആ വ്യക്തികളുണ്ടല്ലോ, അവർ എൻ്റെ ഭാര്യയെ നാട്ടിൽ വളരെയധികം ശല്യം ചെയ്യുന്നു. എനിക്ക് ഒരു മാർഗവും ചെയ്യാനില്ല. ഞാനിവിടെ യുദ്ധസ്ഥലത്താണ്. എനിക്കൊരു ഒന്നും എനിക്ക് കടം വീട്ടാൻ നിർവാഹമില്ല. ഇപ്പോൾ ഒരു കാര്യവും സാധിക്കുകയില്ല. മരണം മാത്രമാണ്, ആത്മഹത്യ മാത്രമാണ് എൻ്റെ മുമ്പിലുള്ളത് എന്ന് ചിന്തിച്ച ആ മനുഷ്യൻ, ഇനി അധികം സമയമില്ല എന്ന് ചിന്തിച്ച ആ മനുഷ്യൻ ഇത് എഴുതി വെച്ചിട്ട് അവിടെ ഉറങ്ങുക. അപ്പോഴാണ് ചക്രവർത്തി കയറി ചെല്ലുക. ചക്രവർത്തി എന്ത് ചെയ്തു? ഒരു ശബ്ദവും ഉണ്ടാക്കാതെ ശാന്തനായി ആ ഡയറി എടുത്തിട്ട് അതിൽ പ്രകാരം എഴുതി: നിന്റെ കടമെല്ലാം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, നിന്റെ കടമെല്ലാം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ചക്രവർത്തി ആ ഡയറിയിൽ കുറിച്ചതിന് ശേഷം ശബ്ദമൊന്നും ഉണ്ടാക്കാതെ, ആ പട്ടാളക്കാരനെ എണീൽപ്പിക്കാതെ അവിടെ നിന്നും ശബ്ദമുണ്ടാക്കാതെ ശാന്തമായിട്ട് ഇറങ്ങിപ്പോവുകയാണ്. പട്ടാളക്കാരൻ ഉറക്കം എണീറ്റ് നോക്കി തൻ്റെ ഡയറിയിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഇതാ തൻ്റെ ചക്രവർത്തി ഇതാ ഡയറിയിൽ കുറിച്ചു വെച്ചിരിക്കുന്നു: നിന്റെ കടമെല്ലാം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് ചക്രവർത്തി കുറിച്ചു വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് ധൈര്യമായി. ഇനി ആരും എന്നെയും എൻ്റെ ഭാര്യയും ഉപദ്രവിക്കില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ഇതുപോലെ തന്നെ ഈശോ നമ്മുടെ പാപങ്ങൾ എല്ലാം ഏറ്റെടുത്തു. ഈശോ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് നമ്മളെ രക്ഷിച്ചു. അത് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. നമ്മുടെ പാപകടങ്ങൾ മാറി എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ഈ യഥാർത്ഥ സ്നേഹം. 6-ാമത്തെ കാര്യം പറയുക, കുരിശിലെ സ്നേഹം എന്ന് പറയുന്നത് അനേകം ആളുകൾക്ക് ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഈ കുരിശിലെ സ്നേഹം സഹായിച്ചു എന്നുള്ളതാണ്. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഡ്രാഗ് ഹാമർഷോൾഡ് എന്ന വ്യക്തി. അദ്ദേഹം വിമാന അപകടത്തിലാണ് മരിച്ചത്. അദ്ദേഹം ഒരു സമാധാന ദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്നപ്പോഴാണ് വിമാന അപകടത്തിൽ മരിക്കുക. ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്.
അദ്ദേഹം മരണത്തിന് ശേഷം അദ്ദേഹത്തിന് നോബൽ സമ്മാനം കൊടുക്കുന്നതായിട്ടൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ ചില കുറിപ്പുകൾ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളെല്ലാം മാർക്കിംഗ് എന്ന പേരിൽ പുസ്തകമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുറിപ്പുകൾ വായിക്കുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതായത് ജീവിത സുരക്ഷിതത്വം പോലും വെടിഞ്ഞ് സമാധാന സ്ഥാപനത്തിനായി ഇടതടവില്ലാതെയുള്ള പ്രവർത്തനങ്ങളിൽ ഈശോയിലും ഈശോ കാട്ടിത്തന്ന കുരിശിൻ്റെ പാതയിലും അധിഷ്ഠിതമായിരുന്ന തൻ്റെ ആന്തരിക ജീവിതം ഡാഗ് ഹാമർഷോൾഡിനെ താങ്ങി നിർത്തി. ഹല്ലേലൂയ. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു വെച്ചിട്ടുണ്ട്: നമ്മുടെ യുഗത്തിൽ പരിശുദ്ധിയിലേക്കുള്ള വഴി കർമ്മനിരതമായ ലോകത്തിൽ കൂടി മാത്രം കടന്നു പോകുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം, നമുക്കൊന്ന് ചിന്തിക്കാം, ധ്യാനിക്കാം. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് നമ്മൾ ഈ നോയമ്പ് സമയത്ത് ഈ നോമ്പിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ നമ്മുടെ ഈശോയുടെ പീഡാസഹനത്തെ, കുരിശുമരണത്തെ നമുക്ക് ഓർക്കാം. അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു, നമ്മുടെ പാപങ്ങളിൽ നിന്നെല്ലാം രക്ഷിച്ചു. കുരിശിൽ വെളിപ്പെടുത്തപ്പെട്ട ഈ സ്നേഹത്തിൻ്റെ ആഹ്വാനം സ്വീകരിക്കുവാൻ പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.